ആഹാരത്തിൻ്റെ ബർക്കത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അടുക്കളയിൽ ചൊല്ലാനുള്ള ഏറ്റവും നല്ല ദുവ ഏതാണ്? ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ചോദിച്ചിരിക്കുന്നത് റഷീദാണ്, ഇരങ്ങാലക്കുട നിന്നും. സഹോദരിമാർക്ക് വളരെ ആവശ്യമായ ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിന വ ശറാബിന എന്നാണ്. അത് സാധാരണ അറിയുന്നതാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചൊല്ലുന്നത് നല്ലതാണ്. നമ്മുടെ ബറക്കത്തില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം പോയി, ആയുസ് പോയി, എല്ലാം പോയില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിന വ ശറാബിന. പടച്ചോനെ, എൻ്റെ ഭക്ഷണത്തിലും എൻ്റെ പാനീയത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കാരണം ഞാനാണ് അടുക്കളയിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതെൻ്റെ ഭർത്താവ് കഴിക്കേണ്ടതാണ്, മക്കൾ കഴിക്കേണ്ടതാണ്. എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് റബ്ബേ, അള്ളാഹുവേ, പടച്ചോനെ, നീ എന്ത് ചെയ്യണം? നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ദുആ ഇത് മതി. ഇതാണ് വളരെ സിമ്പിൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിന വ അത് മാത്രം മതിയാവും. വലിയ സംവിധാനവും സൗകര്യവും അതുകൊണ്ട് അള്ളാഹു ഒരുക്കി തരും. ഒരാൾക്ക് കത്തെഴുതുമ്പോഴും കല്യാണ കത്തയക്കുമ്പോഴും എല്ലാം അതിൽ പൂർണ്ണമായും ബിസ്മി എഴുതി കാണാറുണ്ട്. ഇത് തെറ്റല്ലേ ഉസ്താദെ? ബിസ്മി ഖുർആനിലെ ഒരു ആയത്താണല്ലോ. ഇത് എഴുതി അയച്ച് ചോദിച്ചത് സുലൈമാൻ ഹാജിയാണ്, മാനന്തവാടിയിൽ നിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് നമ്മൾ ഈ കല്യാണ കത്തിലൊക്കെ ധാരാളം സ്റ്റൈലിന് വേണ്ടി അടിക്കുന്നത്. നിസ്കാരമില്ലാത്ത വീട്ടുകാരും ഈമാനില്ലാത്ത വീട്ടുകാരും മുസ്ലിങ്ങളുടെ കല്യാണ കത്താണെങ്കിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ഐശ്വര്യത്തിന് വേണ്ടി ചൊല്ലാൻ പറഞ്ഞ സാധനമല്ല. ബിസ്മി അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് ഖുർആൻ ആയത്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഭയപ്പെടണം. അപ്പോൾ അതിന് പകരം സാധാരണ അതിൻ്റെ അബജദിയായ കണക്ക് 756 അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിവാക്കലാണ് നല്ലത്. അല്ലെങ്കിൽ കത്തിനടിയിൽ എഴുതണം. ഒതുവുള്ളവർ കൈകാര്യം ചെയ്യണം. പിന്നെ ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ടുണ്ട്, തറയിലിട്ട് ചവിട്ടരുത്. കല്യാണ കത്തൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന കാണാം. കുറച്ച് ആൾക്കാർ ചവിട്ടിയിട്ട് റോഡിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. പിന്നെ ഈ കത്ത്, ഇപ്പോൾ പിന്നെ കത്തെഴുതുന്ന സംവിധാനം ഇല്ലാത്തതുകൊണ്ട് സാരമില്ല. പക്ഷേ എന്നാലും ചിലപ്പോൾ എഴുതുകയാണെങ്കിൽ അതിലും ബിസ്മി എഴുതുമ്പോൾ ആ കത്തിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. മറക്കണ്ട. അള്ളാഹു കാക്കട്ടെ.